ഭാഷയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളും അവയ്ക്കുള്ള മലയാള പേരുകളും ഓരോ ചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കേസ് മെന്ററിലേക്ക് സ്വാഗതം. സാധാരണയായി എല്ലാ എഴുത്തിലും ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പിൻ്റെ മലയാള പേര് പൂർണ്ണവിരാമം എന്നാണ്. ഒരു അർത്ഥം പൂർണ്ണമായതിനു ശേഷം നൽകുന്ന ചിഹ്നം എന്നാണ് പൂർണ്ണവിരാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൂർണ്ണവിരാമം എന്ന് മാത്രമല്ല, ബിന്ദു, കുത്ത് എന്നിങ്ങനെ മറ്റു പേരുകളിലും ഫുൾ സ്റ്റോപ്പ് മലയാളത്തിൽ അറിയപ്പെടുന്നു. ഇനി എവിടെയൊക്കെയാണ് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു വാക്യം പൂർണ്ണമാകുമ്പോൾ പൂർണ്ണമായി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫുൾ സ്റ്റോപ്പ് നൽകാറുണ്ട്. ആശാൻ ആശയഗംഭീരനാണ് എന്നത് ഒരു പൂർണ്ണവാക്യമായതിനാൽ അതിന് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് നൽകി, അല്ലെങ്കിൽ പൂർണ്ണവിരാമം നൽകി. മറ്റൊരു സാഹചര്യം, ചുരുക്കെഴുത്തുകൾക്ക് ശേഷം പൂർണ്ണവിരാമം നൽകാറുണ്ട്. ഉദാഹരണം, ശ്രീമാൻ എന്നതിൻ്റെ ചുരുക്കെഴുത്ത് രൂപമാണ് ശ്രീ. ശ്രീ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് നൽകാറുണ്ട്. മറ്റൊന്ന്, എലങ്കുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണല്ലോ EMS. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ അക്ഷരങ്ങൾക്കും ശേഷം പൂർണ്ണവിരാമം നൽകാറുണ്ട്. ഇതാണ് പൂർണ്ണവിരാമം ഭാഷയിൽ ഉപയോഗിക്കുന്ന സാഹചര്യം. ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു ചിഹ്നമാണ് അർത്ഥവിരാമം, സെമി കോളൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. രോധിനി എന്ന് ഇതിന് മറ്റൊരു പേരുണ്ട്. അർത്ഥവിരാമം സാധാരണയായി ഉപയോഗിക്കുന്ന സന്ദർഭം ഒരു അർത്ഥം പൂർണ്ണമായതിനു ശേഷം അതിനോടനുബന്ധിച്ച് മറ്റൊന്ന് പറയുമ്പോഴാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ മുന്നിൽ നടക്കൂ എന്ന് പറയുമ്പോഴേക്കും അവിടെ അർത്ഥം പൂർണ്ണമാണ്, നിങ്ങൾ മുന്നിൽ നടക്കൂ. എന്നാൽ അതിനോട് ചേർന്ന് മറ്റൊന്ന് കൂടെ പറയാനുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും അവിടെ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി അർത്ഥവിരാമം അഥവാ സെമി കോളനാണ് നൽകുന്നത്. നിങ്ങൾ മുന്നിൽ നടക്കൂ, ഞാൻ പുറകെ വരാം എന്ന് ഈ വാക്യം വായിക്കേണ്ടിയിരിക്കുന്നു. കോളൻ എന്നതിന് മലയാളത്തിൽ പറയുന്ന പേര് അപൂർണ വിരാമം എന്നാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ഭിത്തിക എന്ന്. സാധാരണയായി നമ്മളിത് ഉപയോഗിക്കുന്ന ചിഹ്നം തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രസ്താവനയ്ക്ക് ശേഷം അതിന് ഉദാഹരണം നൽകുമ്പോഴാണ് ഈ ചിഹ്നം നൽകേണ്ടി വരുന്നത്. ഉദാഹരണത്തിന്, വീട്ടിലെ ഉപകരണങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെയാണ്, മേശ, കസേര, പാത്രം എന്ന് പറയുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിലെ ഉപകരണങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഭിത്തികയാണ് നൽകുന്നത്. ഇത് സാധാരണമായൊരു ഉദാഹരണമാണ്. ഇതുപോലെ മറ്റേത് സാഹചര്യത്തിലും ഒരു പ്രസ്താവനയ്ക്ക് ശേഷം അതിന് ഉദാഹരണം നൽകുമ്പോൾ ഭിത്തിക ചിഹ്നമാണ് നൽകേണ്ടത്. മറ്റൊന്ന്, നമുക്ക് സുപരിചിതമായ മറ്റൊരു സാഹചര്യം, നാടകം, തിരക്കഥ ഒക്കെ എഴുതുന്ന സമയത്ത് കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിന് മുന്നേ ചേർക്കുന്ന ചിഹ്നവും ഭിത്തിക തന്നെയാണ്. ഉദാഹരണത്തിന്, രാജാവ് ആരവിടെ എന്ന് ചോദിക്കുന്നു. അത് രാജാവാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി രാജാവിന് ശേഷം രാജാവ് പറയുന്നതിന് തൊട്ടു മുന്നേ ഭിത്തിക ചിഹ്നം ചേർക്കുന്നു. അപ്പോൾ ഭടൻ പറയുകയാണ് അടിയൻ, അത് ഭടനാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭടന് ശേഷം ഭിത്തിക ചിഹ്നം നൽകുന്നു. സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന മറ്റൊരു ചിഹ്നമാണ് കോമ. മലയാളത്തിൽ അത് അല്പവിരാമം എന്ന് പറയുന്നു. അങ്കുശമെന്നും അല്പവിരാമത്തിന് പേരുണ്ട്. അങ്കുശത്തിന് വേറെയും ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്, നാനാർത്ഥമുണ്ട്. അതായത് ആനത്തോട്ടി എന്നും അവസാനമെന്നും അങ്കുശം കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. ഇവിടെ കോമ എന്നതാണ് അർത്ഥം. അല്പവിരാമം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് സംബോധനയ്ക്ക് ശേഷം, ഏതെങ്കിലും ഒരു ദീർഘമായ ഒരു വിളിക്ക് ശേഷം, സംബോധനയ്ക്ക് ശേഷം അല്പവിരാമം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, മാന്യരെ എന്ന് പറഞ്ഞതിന് ശേഷം, എന്ന് എഴുതിയതിന് ശേഷം അല്പവിരാമം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു വാക്യത്തിൽ പ്രധാന വാക്യത്തിന് മുന്നേ ഒരു പൂർണ്ണമല്ലാത്ത ഒരു വാക്യത്തിന് ശേഷം ചേർക്കാറുണ്ട്. അതായത് ഒരു വാക്യം ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, നീ പോകുന്നെങ്കിൽ ഞാനും വരാം എന്ന് പറയുമ്പോൾ നീ പോകുന്നെങ്കിൽ അത് വാക്യം പൂർണ്ണമാകുന്നില്ല. ഞാനും വരാം എന്നതാണ് പൂർണ്ണമായ വാക്യം. അതായത് അംഗവാക്യത്തിന് ശേഷം കോമ ചേർക്കാറുണ്ട്. മറ്റൊരു ഉദാഹരണം, സമുച്ചയത്തിന് പകരമായി കോമ പലയിടത്തും ഉപയോഗിക്കാറുണ്ട്. എന്താണ് സമുച്ചയം? എന്നതാണ് സമുച്ചയം. അവനും അവളും, ആശാനും ഉള്ളൂരും എന്ന് പറയുന്നതിനെ സമുച്ചയം എന്ന് പറയാം. ആശാനോ ഉള്ളൂരോ എന്നുള്ളതിനെ ഓ
അത് വികല്പമാണ്, സമുച്ചയവും വികല്പവും. ആശാനും ഉള്ളൂരും വള്ളത്തോളും ആധുനിക കവിത്രയമാണ് എന്ന് പറയുന്നതിന് പകരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയം എന്ന് പറയുമ്പോൾ അവിടെ കോമയാണ് വരേണ്ടത്. സമുച്ചയത്തിന് പകരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ആശാനും ഉള്ളൂരും വള്ളത്തോളും എന്ന് പറയുന്നതിന് പകരം പേരുകൾ മാത്രം പറഞ്ഞപ്പോഴേക്കും അവിടെ അതിന് പകരം സമുച്ചയത്തിന് പകരം കോമ ഉപയോഗിക്കുന്നു. സാധാരണ നോട്ട് എഴുതുമ്പോൾ എളുപ്പ വൈദ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അടയാളമാണ് ഇരട്ട കോമ, ഡിറ്റോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് കേരള കാളിദാസൻ, കേരള വ്യാസൻ, കേരള വാൽമീകി എന്ന് എഴുതേണ്ടി വരുമ്പോൾ കേരള എന്ന പദം ആവർത്തിച്ച് വരുന്നത് കൊണ്ട് എഴുതുന്നതിന് പകരം, കേരള എന്ന് എഴുതുന്നതിന് പകരം ആദ്യം ഒരിക്കൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഡിറ്റോ മാർക്ക് ഇട്ടിട്ട് അത് കേരള വ്യാസൻ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ കേരള വാൽമീകി എന്ന് എഴുതുമ്പോഴും ഡിറ്റോ ഇട്ടാൽ മതിയാകും. വളരെ സുപരിചിതമായ ചിഹ്നമാണ് ചോദ്യചിഹ്നം. ക്വസ്റ്റ്യൻ മാർക്കെന്നോ ഇൻ്ററോഗേഷൻ മാർക്കെന്നോ ഇംഗ്ലീഷിൽ പറയാം. കാഗു എന്നൊരു വ്യത്യസ്തമായ പേര് ചോദ്യചിഹ്നത്തിന് മലയാളത്തിലുണ്ട്. അത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, ഓർത്തിരിക്കുക. ചോദ്യചിഹ്നം എവിടെയൊക്കെയാണ് വരുന്നത്? ചോദ്യാർത്ഥത്തിലുള്ള ഒരു വാക്യത്തിന് ശേഷം നീ പരീക്ഷ എഴുതുന്നുണ്ടോ എന്നൊരു വാക്യത്തിന് ശേഷം ചോദ്യചിഹ്നം ആണ് നൽകേണ്ടത്. ഇനി അടുത്തൊരു സന്ദർഭം നോക്കി. സാധാരണ നിലയിൽ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ചോദ്യചിഹ്നം ഇട്ടാൽ അതിനെ ചോദ്യമായിട്ട് പരിഗണിക്കാം. നീ പരീക്ഷ എഴുതുന്നുണ്ട് എന്നതൊരു പ്രസ്താവനയാണ്, പൂർണ്ണമായൊരു പ്രസ്താവനയാണ്. എന്നാൽ അതിനുശേഷം ചോദ്യചിഹ്നം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ കാഗു നൽകുകയാണെങ്കിൽ അതെങ്ങനെയാണ് വായിക്കുന്നത്? നീ പരീക്ഷ എഴുതുന്നുണ്ട്, അതൊരു ചോദ്യമാകുന്നു ആ സമയത്ത്. അടുത്തത് ആശ്ചര്യചിഹ്നമാണ്. എക്സ്ക്ലാമേഷൻ മാർക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മലയാളത്തിൽ അതിനെ വിക്ഷേപണി എന്നും സ്തോഭ ചിഹ്നമെന്നും വ്യാക്ഷേപക ചിഹ്നമെന്നും പേരുണ്ട്. ഈ ചിഹ്നം എവിടെയാണ് വരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നീണ്ട പേരുകളൊക്കെ നൽകിയിട്ടുള്ളത്. പലപ്പോഴും ആശ്ചര്യം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അതിനെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിഹ്നം നൽകുന്നത്. ആദ്യം നൽകിയിട്ടുള്ള ഉദാഹരണം ആശാന്റെ വീണപൂവിൽ നിന്നുള്ളതാണ്. വീണപൂവിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. അതിൽ ഹാ എന്നതൊരു ആശ്ചര്യ പദമാണ്, അതുകൊണ്ട് അവിടെ ആശ്ചര്യ ചിഹ്നം നൽകുന്നു. മറ്റൊന്ന് സങ്കടം വരുമ്പോഴോ അപകടം വരുമ്പോഴോ അയ്യോ എന്ന് നീട്ടി വിളിക്കുമ്പോഴേക്കും അവിടെയും ആശ്ചര്യ ചിഹ്നമാണ് നൽകുന്നത്. ഇനി ആശ്ചര്യം വരുമ്പോഴോ ആഹാ നീ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ അവിടെയും ആശ്ചര്യ ചിഹ്നമാണ് നൽകുന്നത്. നമ്മൾ ഈ കണ്ട സ്ലൈഡുകളിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ചിഹ്നമായിരുന്നു ബ്രാക്കറ്റ്. മലയാളത്തിൽ അതിനെ വലയം എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റ് നമുക്കറിയാവുന്നതാണ്. ആവരണം എന്നും വലയത്തിന് മലയാളത്തിൽ പേരുണ്ട്. ഇതെവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മളിവിടെ കണ്ടു. മലയാളം എഴുതിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് തൊട്ടടുത്ത് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രാക്കറ്റ് ഉപയോഗിച്ചു. അതായത് സമാന പദങ്ങൾ അടുത്തടുത്ത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ തൊട്ടു പിന്നാലെ ഉപയോഗിക്കുമ്പോൾ ബ്രാക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണം, കേരള പാണിനി എഴുതിയ ഖണ്ഡകാവ്യമാണ് മലയവിലാസം എന്ന സെൻറ്റൻസിൽ കേരള പാണിനി ആരാണെന്ന് കൂടെ എഴുതേണ്ടി വന്നാൽ നമുക്കിങ്ങനെ എഴുതാം: കേരള പാണിനി, അതായത് AR രാജരാജവർമ്മ എഴുതിയ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. മറ്റൊരു ഉദാഹരണം, നേരത്തെ കണ്ട രാജാവിൻ്റെയും ഭടൻ്റെ ഉദാഹരണം തന്നെ നോക്കാം. നാടകം എഴുതുമ്പോഴാണ് രാജാവ് ആരവിടെ എന്ന് ചോദിച്ചത് സാധാരണ രീതിയിലല്ല, ഉച്ചത്തിലായിരുന്നു. ആരവിടെ? അന്നേരം ഭടൻ മറുപടി പറയുന്നത്, അടിയൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിലായിരുന്നില്ല, ഭയത്തോടെ അടിയൻ എന്നായിരുന്നു. അവിടെ അവരുടെ ഭാവത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന പദങ്ങളെ ബ്രാക്കറ്റിനകത്താണ് നൽകുന്നത്. ബ്രാക്കറ്റിന് മലയാളത്തിലുള്ള പേര് വലയം എന്നതാണ്, ഓർത്തിരിക്കുക. ഉദ്ധരണി ചിഹ്നം നമുക്ക് അറിയാവുന്നതാണ്. കൊട്ടേഷൻ മാർക്കെന്നോ ഇൻവെർട്ടഡ് കോമ എന്നോ ഇംഗ്ലീഷിൽ പറയും. ഇരട്ട ഉദ്ധരണി ചിഹ്നവും ഒറ്റ ഉദ്ധരണി ചിഹ്നവുമുണ്ട്. എവിടെയൊക്കെയാണ് ഉദ്ധരണി ചിഹ്നം വരുന്നത്? എവിടെയാണ് ഇരട്ട ഉദ്ധരണി ചിഹ്നവും എവിടെയാണ് ഒറ്റ ഉദ്ധരണി ചിഹ്നവും വരേണ്ടത്? ഏതെങ്കിലും സംഭാഷണ ശകലമോ മധ്യഭാഗമോ ഉദ്ധരിക്കുമ്പോൾ അതിന് ഇരട്ട ഉദ്ധരണി ചിഹ്നമാണ് നൽകുന്നത്. ആശാന്റെ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന വരി ഒരിടത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ അതിന് ഇരട്ട ഉദ്ധരണി ചിഹ്നമാണ് നമ്മൾ നൽകുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ പേരോ കൃതിയുടെ പേരോ വരുമ്പോഴേക്കും അവിടെ ഒറ്റ ഉദ്ധരണി ചിഹ്നം നൽകുന്നു.
വ്യക്തമാണല്ലോ. ഹൈഫൺ എന്ന സിമ്പലിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ചെറുവര. നമുക്ക് ഹൈഫൺ എങ്ങനെയാണ് നൽകുന്നത് നമുക്കറിയാം. ശൃംഖല എന്നൊരു പേര് കൂടെ ചെറുവരയ്ക്കുണ്ട്. എവിടെയൊക്കെയാണ് ഇനി ഈ ചെറുവര ഉപയോഗിക്കുന്നത്? ഡിജിറ്റിന് ശേഷം, അക്കങ്ങൾക്ക് ശേഷം, അതായത് 3ഉം 4ഉം എന്ന് എഴുതുന്നതിനെ 3 കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. 3ഉം 4ഉം. അതുപോലെ തന്നെ തീയതി പറയുമ്പോൾ 5-ാം തീയതി, 4-ാം തവണ എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെയും ഹൈഫൺ വരും. ഇനി ഒരേ ഗണത്തിൽപ്പെടുന്ന പദങ്ങൾ അടുത്തടുത്ത് ഉപയോഗിക്കുമ്പോൾ, അത് സവിശേഷ സാഹചര്യത്തിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം എന്ന് പറയേണ്ടടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് എഴുതുന്നതിനിടയിൽ ഒരു ഹൈഫൺ ആവശ്യമാണ്. ഈ സാഹചര്യങ്ങളിലാണ് ചെറുവര മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ എന്നല്ല, ഭാഷ പ്രയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പൂരണ ചിഹ്നം, എക്സെട്രാ മാർക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ബിന്ദുമാല എന്ന് അതിന് മറ്റൊരു പേര് കൂടെയുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം തന്നെയാണ്. ഏതെങ്കിലും ഒരു കാവ്യശകലം, ഒരു ഗാനം എഴുതിയിട്ട് അത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കുത്തിടാറുണ്ട്. ഉദാഹരണത്തിന് ONVയുടെ 2 വരികളാണ്, സിനിമാ ഗാനമാണ്. ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതിമീട്ടി. അവിടെ ആദ്യത്തെ വരി എഴുതിയതിന് ശേഷം രണ്ടാമത്തെ വരി എഴുതാതെ എക്സെട്രാ മാർക്കിട്ട് അഥവാ ബിന്ദുമാല ഇട്ട് നൽകിയാൽ മതിയാകും. അടുത്ത വരി ഊഹിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം, പ്രശസ്തമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച് 3ആയിട്ട് തിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് എഴുതേണ്ടടുത്ത് മലനാട്, ഇടനാട് എന്നിട്ടിട്ട് എക്സെട്രാ മാർക്ക് കൊടുത്താൽ അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണല്ലോ തീരപ്രദേശം എന്നത്. അതവിടെ മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ചിഹ്നമാണ് വിശ്ലേഷം. വിശ്ലേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് ഡേറ്റ് എഴുതുമ്പോൾ 5/11/2021 എന്നതാണ് ഇവിടുത്തെ തീയതി. അവിടെ 2021 20 മുന്നേ ഉണ്ടെന്ന് നമുക്കറിയാം. ഓൾറെഡി അറിയാവുന്ന കാര്യം വിട്ടുകളഞ്ഞിട്ട് അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്ലേഷം ചേർക്കുന്നത്. ഈ 20 വിട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഇവിടെ ഈ വിശ്ലേഷം ചേർക്കുന്നു. ഇനി മറ്റൊന്ന്, ഇംഗ്ലീഷിലെ കനോട്ട് എന്നത് ചുരുക്കി എഴുതുമ്പോൾ കാൺട്ട് എന്നത്, ഇവിടെ അറിയാവുന്ന ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ അർത്ഥം. വിശ്ലേഷ ചിഹ്നം പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. സ്ലാഷിന് മലയാളത്തിൽ പറയുന്ന പേര് ചരുവര എന്നതാണ്. തുല്യമായ പദങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഓർ ഇടുന്നതിന് പകരം അതോ ഇതോ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന സിമ്പലാണ് ചരുവര അല്ലെങ്കിൽ സ്ലാഷ്. അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയേണ്ടടുത്ത് സ്ലാഷ് ഇട്ടാൽ മതിയാകും. അതുപോലെ ഒരു നോട്ടിഫിക്കേഷനാണ് കാഷ്യർ, ടൈപ്പിസ്റ്റ്, ക്ലാർക്ക് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അവിടെ കാഷ്യർ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലാർക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അവിടെ സ്ലാഷാണ് നൽകുന്നത്. സാധാരണയായി ഭാഷയിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളും അവയുടെ മലയാള പേരുകളും അതുപോലെ അവ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇതിൽ ബിന്ദുമാല, കാഗു, ഭിത്തിക എന്ന വ്യത്യസ്തമായ പദങ്ങൾ പ്രധാനമാണ്. അതൊക്കെയാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്